വെൽക്കം ടു എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും പീരിയഡ് നമ്പറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. പീരിയഡ് നമ്പർ ആൻഡ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും ഒരു ആറ്റത്തിൻ്റെ ഒരു മൂലകത്തിൻ്റെ പീരിയഡ് നമ്പറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പീരിയഡ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഷെൽസ് പ്രസൻറ്റ് ഇൻ എ ആറ്റം. ഒരു ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്തുള്ള ഷെല്ലുകളുടെ എണ്ണത്തിന് തുല്യമാണ് അതിൻ്റെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഷെൽ ഇലക്ട്രോൺ വിന്യാസം വെച്ചുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ പീരിയഡ് നമ്പർ കണ്ടെത്താനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഷെൽസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്തുള്ള ഷെല്ലുകളുടെ എണ്ണം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് വരുന്ന ഷെൽസിൻ്റെ എണ്ണമാണ് എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. So when you write a subshell electronic configuration of an element, period number is the shell number of the outermost shell present in a subshell electronic configuration. Okay, അപ്പോൾ എന്താ പറഞ്ഞത്? പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് it is the shell number of outermost shell in a subshell electronic configuration. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഷെൽ നമ്പറിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ when you write the subshell electronic configuration of sodium atomic number 11 ആണ്. നമ്മളിതിൻ്റെ subshell electronic configuration എഴുതാൻ പോകുന്നത്. എങ്ങനെ എഴുതും? നമുക്കറിയാം സോഡിയത്തിൻ്റെ 11 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p6 and 3s1. ഓക്കെ, ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ വിച്ച് ഈസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓർ ഇപ്പോൾ ഏറ്റവും പുറമേ വരുന്ന ഷെൽ ഏതായിരിക്കും? ദാറ്റ് ഈസ് ആക്ച്വലി തേർഡ് ഷെൽ. കാണുന്നുണ്ടല്ലോ, തേർഡ് 3s1 ആണ് ഏറ്റവും പുറമേ വരുന്ന ഷെൽ എന്ന് പറയുന്നത് തേർഡ് ഷെല്ലാണ്. സോ അതിൻ്റെ ഷെൽ നമ്പർ എത്രയാണ്? 3 ആണ്. സോ ഇറ്റ്സ് പീരിയഡ് നമ്പർ ഈസ് ഓൾസോ പീരിയഡ് നമ്പർ എത്ര കിട്ടും നമുക്ക്? പീരിയഡ് നമ്പർ 3 എന്ന് കിട്ടും. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വേറൊരു തരത്തിൽ പറയാം, it is a highest shell number in the particular subshell electronic configuration. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതി പറഞ്ഞു. ഒന്നുകിൽ ഷെൽ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഷെൽ നമ്പർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഷെൽ നമ്പർ ഇൻ എ പർട്ടിക്കുലർ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഷെൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഏറ്റവും പുറമേ വരുന്ന സബ്ഷെല്ലിൻ്റെ ഷെൽ നമ്പർ ആയിരിക്കും എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്നാണ്. അനദർ എക്സാമ്പിൾ, സ്കാൻഡിയം 21. സോ വെൻ യു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 then comes 3p കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് എവിടെയാണ്? 4s-ലാണ്. സോ 4s2 then comes 3d1. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ എഴുതാനുള്ള കാരണം പറഞ്ഞായിരുന്നു, നമ്മൾ സബ്ഷെൽസിന്റെ ഓർഡർ നോക്കുമ്പോൾ, ക്രമം നോക്കുമ്പോൾ 3D കഴിഞ്ഞ് തന്നെയാണ് 4s വരുന്നത്. എന്നാൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ക്രമം, അതിന്റെ എനർജിയുടെ ക്രമം നോക്കുമ്പോൾ ആദ്യം വരുന്നത് ആരാണ്? 4s ആണ്. ആദ്യം 4s ഇലക്ട്രോണുകൾ നിറയും, അതിനുശേഷം മാത്രമായിരിക്കും എവിടെ നിറയുക? 3D ഇലക്ട്രോണുകൾ നിറയുക. അതിന് കാരണം എന്ന് പറയുന്നത് 4s is less energetic than 3D. 3D കാട്ടി ഊർജ്ജം കുറവാണ് ആർക്ക്? 4s. So first of all 4s will be filled. ഓക്കെ, ആദ്യം നിറയുന്ന ആരായിരിക്കും? 4s ആയിരിക്കും. അതിനുശേഷം ആയിരിക്കും ആദ്യം നിറയുക? 3D നിറയുക. ഓക്കെ, സോ എനിവേ ദിസ് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് എഴുതുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഏതാണ് ഇവിടെ? 4s ആണ്. 4s ഈസ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ഏറ്റവും പുറമേ വരുന്ന സബ്ഷെൽ ഏതാണ്? 4s ആണ്. ഏറ്റവും അവസാനം ഇലക്ട്രോൺ നിറയുന്നത് 3Dക്കകത്താണ്. ബട്ട് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഈസ് 4s ആൻഡ് ഇറ്റ്സ് ഷെൽ നമ്പർ ഈസ് 4. അതിൻ്റെ ഷെൽ നമ്പർ എത്രയാണ്? 4 ആണ്. സോ പീരിയഡ് നമ്പർ എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്ന മാർഗം മനസ്സിലായോ? അപ്പോൾ ഏത് എലമെന്റ് ആയാലും പീരിയഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഷെൽ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓർ ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഷെൽ നമ്പർ ഇൻ ദി പർട്ടിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും എന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് നമ്പറും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിലേഷൻ മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്യുന്നതാണ് റൈറ്റ് ദ പീരിയഡ് നമ്പർ ഓഫ് ദ എലമെന്റ്സ് ലൈക്ക് ക്രോമിയം 24. ഇതിൻ്റെ പീരിയഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ F9 ഫ്ലൂറിൻ്റെ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുക. സോ അതുപോലെ
Mg12 മാഗ്നീഷ്യം പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം പീരിയഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഷെൽ നമ്പർ ഇൻ ദി പർട്ടിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർ ഇറ്റ് ഈസ് ദ ഷെൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ. ഏറ്റവും പുറമേ വരുന്ന സബ്ഷെല്ലിൻ്റെ ഷെൽ നമ്പർ ആയിരിക്കുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുമ്പോഴത്തേക്കും സം ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കോൾഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ്. ഇവയുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർ ദാറ്റ് so some of the elements present in the first group are നമുക്ക് നോക്കാം ഹൈഡ്രജൻ atomic number 1. അതുപോലെ then comes lithium atomic number 3 ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. then sodium 11. okay, then potassium 19 and so on. ഇങ്ങനെ പോകും. നമ്മളെ ബോഡിയിൽ പ്ലേസ് സ്ഥലം ഇല്ലാത്തത് നമുക്ക് തൽക്കാലം ഇത്രയേ ഉള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് ബെറീലിയം 4, then magnesium 12, calcium 20. okay, calcium stone. So magnesium, calcium, strontium, barium, radium അങ്ങനെ പോകും. ഓക്കെ ഓക്കെ ആൻഡ് സോ ഓൺ. ഈ രീതിയിൽ പോകും. എനിവേ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സ് നമുക്ക് we can write the subshell electronic configuration of these elements. Hydrogen 1s1. സംശയമില്ലല്ലോ, ഹൈഡ്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആയിരിക്കും. ലിഥിയം 1s2 2s1. സോഡിയം എഴുതുമ്പോഴോ 1s2 2s2 2p6 3s1. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഹൈഡ്രജൻ്റെ 1s1, ലിഥിയം എഴുതിയപ്പോൾ 2s1 അവസാനിച്ചു, സോഡിയം ആയപ്പോൾ 3s1 അവസാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്? ദാറ്റ് എൻഡ്സ് ഇൻ 4s1. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർഗിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിട്ട് എഴുതുകയാണെങ്കിൽ then 4s1. ഓക്കെ, ഈ രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കേണ്ടത് എൻഡ്സ് ഇൻ s1. s1ൽ ns1 കോമൺ ആയിട്ട് നമുക്ക് ns1 എന്ന് പറയാം. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പറും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിലേഷൻ എന്തായിരിക്കും? എങ്ങനെ പറയാൻ പറ്റും? സോ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്, ഗ്രൂപ്പ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. ഓക്കെ, എസ് സബ്ഷെലിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറലി എൻഡ്സ് ഇൻ ns1. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് റിലേഷൻ. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ആ ബാഹ്യതമ എസ് സബ്ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിനോട് ഒന്ന് നോക്കാം. സോ ഹിയർ ഇറ്റ് എൻഡ്സ് ഇൻ 1s2 2s2. ഇതാണെങ്കിലോ 1s2 2s2 2p6 3s2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽസ്യത്തിന്റെ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ആർഗൺ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് then comes 4s2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? Here generally it ends in s2 അവസാനം. That means common ആയിട്ട് നമുക്ക് ns2 എന്ന് വേണമെങ്കിൽ പറയാം. That means in the case of second group elements their subshell electronic configuration that ends in ns2, generally ns2. Okay, common ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? s2 അവസാനിക്കുന്നു. subshell electronic വിന്യാസം s2 അവസാനിക്കുന്നത്. സോ അപ്പോൾ അതായത് ഗ്രൂപ്പ് നമ്പറും subshell electronic configuration റിലേഷൻ ഇതാണ്. In the case of s block elements, their group number is the number of electrons present in the outermost s subshell. s block elementsനെ സംബന്ധിച്ച് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് s subshellനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. In the case of s block elements, their group number is the number of electrons present in the outermost s subshell. s subshellനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ബാഹ്യതമ s subshellനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഇതുപോലെ നമുക്ക് ഏത് എലമെന്റ് കിട്ടിയാലും കണ്ടുപിടിക്കാം ഇത് എസ് ബ്ലോക്കിനകത്തുള്ള എലമെന്റ്സ് ആണോ എങ്കിൽ അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ബാഹ്യതമ എസ് സബ്ഷെലിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇനി നമ്മൾ അവയുടെ ചില പ്രോപ്പർട്ടീസ് നോക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് ഒരു മൂലകത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ സം ഓഫ് ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, എലമെന്റ്സിൻ്റെ ചില കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ
when you look at the element sodium, okay, ഈ സോഡിയം എന്ന് പറയുന്ന എലമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ when it is in chemical reaction, what happens to the electrons present in the outermost shell? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞേടെ, സോഡിയത്തിനെ സംബന്ധിച്ച് സോഡിയം ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് അത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയായിരിക്കും സ്വീകരിക്കുകയോ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് നോക്കാം, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം? ഇറ്റ് കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ. സോ വെൻ ഇറ്റ് ഈസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ലോസസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യായിരിക്കും ചെയ്യുന്നത്? വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ്, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ഒരു ആറ്റം എന്താണ് കാണിക്കുന്നത്? ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ മെഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ ഔട്ടർമോസ്റ്റിനകത്ത് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇറ്റ് ഓൾസോ ലോസ് ഇലക്ട്രോൺസ്. So generally we can say in the case of S block elements, when it is in chemical reaction, these will lose electrons for attaining stability. Okay, they are electropositive elements. That means they are metals. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എസ് ബ്ലോക്കിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴോ? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങളാണ്. അതുപോലെ തന്നെ ദേ ലോസ് ഇലക്ട്രോൺസ്, അവ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്നു. സോ ദേ ഷോസ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങൾ. ഓക്കെ, ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, രാസപ്രവർത്തനം ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ മെറ്റൽസ് ആണ്. സോ ദേ ഷോസ് മെറ്റാലിക് പ്രോപ്പർട്ടി. അവ എന്ത് സ്വഭാവം കാണിക്കുന്നു? ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളാണ് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു, അപ്പോൾ ലോഹ സ്വഭാവം ഏറ്റവും കൂടിയ മൂലകങ്ങളാണെങ്കിൽ വാട്ട് അബൌട്ട് ദ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ? 9th പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദേ ഷോസ് ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറഞ്ഞ മൂലകങ്ങളാണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലായതുകൊണ്ട് തന്നെ their ionization energy is very less. In the case of S block elements they shows less ionization energy. ionization energy വളരെ കുറഞ്ഞ മൂലകങ്ങളാണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ആറ്റം എന്തായിട്ട് മാറുന്നു പറഞ്ഞു? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറുന്നു. സോ ദേ ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ്. അയോൺസ് ആയിട്ടാണ് മാറുന്നത്. ഇൻ ദ കേസ് ഓഫ് Na, when it loses 1 electron it becomes Na plus ions. സോ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. മാഗ്നീഷ്യം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കും. സോ ഇറ്റ് ബിക്കംസ് Mg2 plus ions. അപ്പോൾ എനിവേ ദീസ് ഷോസ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്സ് ആണ്. അയോണിക് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാൻ കഴിവുള്ള എലമെന്റ്സ് ആണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. അവിടെ അയോണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. ബിക്കോസ് ദേ ലോസ് ഇലക്ട്രോൺസ്. അവയ്ക്ക് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്. സോ അവിടെ അയോണൈസേഷൻ എനർജി വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഒരു കാര്യം കൂടി പറയാം, നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടിയ എലമെന്റ്സ് ആണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. അതായത് സൈസ് ഏറ്റവും കൂടിയ മൂലകങ്ങൾ. ഒരു പർട്ടിക്കുലർ നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് സൈസ് വലിപ്പം ഏറ്റവും കൂടിയ മൂലകങ്ങൾ കാണപ്പെടുന്നത് എസ് ബ്ലോക്കിനകത്താണ്. കോമൺ ആയിട്ട് എസ് ബ്ലോക്കിനകത്താണ്. എസ് ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിപ്പം കാണപ്പെടുന്ന എലമെന്റ്സ് കാണപ്പെടുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. എനിവേ അറ്റോമിക് റേഡിയ ഹൈ ആയിരിക്കും, അയനൈസേഷൻ എനർജി ലെസ് ആയിരിക്കും. ഇതെല്ലാമാണ് ആരുടെ? എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാൻ, അതുപോലെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.